അല്ല അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കല്ല. വന്ദേ മാതരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിലുള്ളതിൽ അതിലൊരു ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. ഭക്തിഗാനങ്ങളും മോശമൊന്നുമല്ല. നമ്മുടെ എത്രയോ ഭക്തിഗാനങ്ങൾ പിന്നെ എന്താ പറയുക, നിരീശ്വരവാദികൾ പോലും വളരെയധികം ആസ്വദിക്കുകയും നിരവധി ഭക്തിഗാനങ്ങൾ എഴുതിയത് വയലാറിനെ പോലുള്ള നാസ്തികരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഭക്തിഗാനങ്ങളോട് അലർജിയൊന്നുമില്ല. പക്ഷേ അതൊരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യങ്ങൾ ആലപിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ട് ഗാന്ധി നെഹ്റു അടക്കമുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് വന്ദേ മാതരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇത്ര സ്റ്റാൻസിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ BJP എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനൊക്കെ ഇങ്ങനെ പിൻപ്രിക്ക് ചെയ്യുകയാണ്. അതിൽ മുഴുവൻ പാടണമെന്ന് പറയുക, അപ്പോൾ അതിന് പാടിക്കാനുള്ള സംവിധാനം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.